ഇത് ഉപയോഗിച്ചതിൻ്റെ റിസൾട്ടാണല്ലോ എല്ലാവരും പലരും ചോദിച്ചത്. ഇതാണ് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇദ്ദേഹമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതുപോലെ 100 ചില്ലാനും കർഷകർ നമ്മുടെ ഈ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. മറ്റേ കൊല്ലംകോട് മറ്റേ പനങ്ങാട്ടിരി ഭാഗത്തുള്ള മറ്റേ പാവൽ തോട്ടമാണ്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടുള്ള വിളവെടുക്കുന്ന സമയമാണ്, വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സാധനങ്ങൾ മൊത്തം കേരളത്തിൻ്റെ പല ഭാഗത്തും ഇവിടെ കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് CVD ജെല്ലാണ്. ഇതെങ്ങനെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ കയ്യിലായാലൊന്നും പ്രശ്നമൊന്നുമില്ല. ഏകദേശം ഒരു 10 ലിറ്റർ വെള്ളത്തിൽ ഒരു 50 ഗ്രാം എന്നുള്ളൊരു കണക്കിൽ എടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഏകദേശം ഒരു 50 ഗ്രാം ഉണ്ടാവും. ഈ 50 ഗ്രാം നമ്മൾ 10 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഈ സാധനം ഡ്രിപ്പിലൂടെ കൊടുക്കുക, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. ഇതുപോലെ സാധനങ്ങൾ ചെയ്യാം. ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലിക്വിഡ് എന്ന് പറഞ്ഞാൽ അത് 5 ലിറ്ററാണ്, ഇത് 1/2 ലിറ്ററാണ്. ഇതിപ്പോൾ 50 മില്ലി എന്ന് പറഞ്ഞാൽ 10 ലിറ്റർ വെള്ളത്തിൽ 50 മില്ലി ഇത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കലങ്ങിക്കോളും. കലക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഈ വളത്തിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. പറിക്കുന്നതും കായയുടെ വലുപ്പവും മറ്റു കാര്യങ്ങളും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടാൻ പറ്റും. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ സസ്യാമൃതം ഉപയോഗിച്ചതുകൊണ്ട് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി അത് തന്നെ. ഇതിപ്പോൾ ഒരാഴ്ച ഈ പാവൽ ഇരുന്ന് കഴിഞ്ഞാലും ചീത്തയാവില്ല. അപ്പോൾ അതിൻ്റെ ഗുണം അതുപോലെ തന്നെ ഫ്ലവറിങ് ആയിക്കോട്ടെ, കായ ആയിക്കോട്ടെ, വളരെയധികം കൂടുതൽ ഇതിൻ്റെ മറ്റേ റിസൾട്ട് കൃഷിക്കാരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ കുറച്ച് കൂടുതൽ വളവുമുണ്ട്, കായ്കൾക്ക് നല്ല വെയിറ്റ്, ഷൈനിങ് എല്ലാം കൂടുതൽ കിട്ടിയിട്ടുണ്ട്. സെക്കൻഡ് സീസണിൽ വ്യാപകമായിട്ട് ഇതിനൊരു രോഗം വരും, പാവലിന് മുരടിപ്പ് രോഗം വരും. കാരണം മറ്റേ നമ്മുടെ അതിന് മൊസൈക്ക് രോഗം എന്നാണ് പറയാം. വന്നു കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല, ഒക്കെ ചെറിയ കായ് ഉണ്ടക്കായ് അങ്ങനെയൊക്കെ വരും. പക്ഷേ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ഈ വർഷം വലിയ കുഴപ്പം കണ്ടില്ല. ഒരു കേടോ ഇതൊന്നുമില്ല, ഒരു കുത്തിപ്പുള്ളി അങ്ങനെയുള്ള അസുഖങ്ങളൊന്നുമില്ല. ഇതിപ്പം രണ്ട് തവണ വെള്ളം എടുത്തത് ഉപയോഗിച്ചല്ലേ? അതെ, നല്ല വ്യത്യാസം, നല്ല വ്യത്യാസം. CVD ജെൽ എല്ലാ കൃഷികൾക്കും ഉപയോഗിക്കാം. പച്ചക്കറികൾ, ധാന്യങ്ങൾ, പിന്നെ ഫ്രൂട്ട് പ്ലാന്റ്സ്, ഏലം, കുരുമുളക്, അങ്ങനെ എല്ലാ കൃഷികൾക്കും നമുക്ക് ഉപയോഗിക്കാം. ചെറിയ ചെറിയ ഡോസേജിൻ്റെ മാത്രമേ വ്യത്യാസങ്ങളുള്ളൂ. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ പ്യുവർ ഓർഗാനിക്കാണ്. എന്ന് പറഞ്ഞാൽ 100% ഓർഗാനിക്കാണ്. സർട്ടിഫൈഡ് പ്രോഡക്റ്റാണ്. ISO 9001, 14001, 22,000 സർട്ടിഫൈഡ് കമ്പനി. ഇത്രയും സർട്ടിഫിക്കേഷനുള്ള ഇന്ത്യയിൽ ഒരേ ഒരു ഓർഗാനിക് മരമാണ്. കയ്യിലായാലോ വായിലായാലോ കഴിച്ചാൽ പോലും പ്രോബ്ലം ഇല്ലാത്ത സാധനമാണ്. ഇതിൽ ഞാൻ പലതും ഇപ്പോൾ ഈ സാധനം നമ്മൾ വീട്ടിലെ പല ആവശ്യങ്ങൾക്കുണ്ട്. പച്ചക്കറികൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, നെല്ലിന് ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ഉപയോഗിച്ച് നല്ല റിസൾട്ട് കണ്ടപ്പോഴാണ് നമ്മുടെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കളായിട്ടുള്ള ഫാർമേഴ്സിന് കൊടുത്ത്. അപ്പോൾ അവർ എന്നെക്കാളും വളരെ നല്ല രീതിയിൽ അവർ ചെയ്ത് സക്സസ്ഫുൾ ആക്കി. ഞാൻ വീട്ടാവശ്യത്തിന് മാത്രമേ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അവരത് വ്യാവസായികമായിട്ട് ചെയ്യുന്ന കൃഷിക്കാർക്ക് കൊടുത്തു തുടങ്ങി, നമ്മുടെ സുഹൃത്തുക്കൾക്ക് കൊടുക്കുമ്പോൾ അവർക്കും സന്തോഷമായി. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. പല ഫാർമേഴ്സിൻ്റെ മറ്റേ റിസൾട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. വ്യാവസായിക അടിസ്ഥാനത്തിൽ അവർ ചെയ്തു, അവർക്ക് നല്ല റിസൾട്ടാണ്. ഇത് കൊണ്ടുപോകുന്ന കച്ചവടക്കാരും കൊണ്ടുപോകുന്ന സമയത്ത് നല്ല ക്വാളിറ്റി മറ്റേ വെജിറ്റബിൾസാണ്. അവർക്കും ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. കൊണ്ടുപോകുന്ന സമയത്ത് മാർക്കറ്റിൽ പോകുമ്പോഴും കടക്കാർക്കാണെങ്കിലും വാങ്ങിക്കുന്ന സമയത്ത് അവർക്ക് നല്ല. ഈ സസ്യാമൃതം ഉപയോഗിക്കാൻ മറ്റു വളങ്ങൾ അവർ കുറച്ചോ? പിന്നെ തീർച്ചയായിട്ടും രാസവളങ്ങൾ വളരെയധികം കുറച്ചു. സസ്യാമൃതം പിന്നെ അത്യാവശ്യം ജൈവങ്ങളും മറ്റു കാര്യങ്ങളും, ചാണകം, ആട്ടും കാഷ്ടം പോലുള്ളതൊക്കെ. എന്താണ് സസ്യാമൃതം പറഞ്ഞാൽ ചെറിയൊരു ക്വാണ്ടിറ്റി കൊടുക്കുന്നുള്ളൂ. നമ്മൾ മൊത്തം വളം ഉപയോഗിക്കേണ്ട ഒരു 10% താഴെ സസ്യാമൃതം ഇതിനകത്ത് ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കി പിന്നെ ചാണകം, ആട്ടും കാഷ്ടം പോലുള്ള സാധനങ്ങൾ അത് വേറെ ഉപയോഗിക്കുന്നുണ്ട്. രാസവളങ്ങൾ നല്ലൊരു ശതമാനം, വളരെ തുച്ഛമായിട്ടുള്ള ലെവലിൽ മറ്റു രാസവളങ്ങൾ ഉപയോഗിക്കുന്നുള്ളൂ. സസ്യാമൃത നമ്മൾ നേരത്തെ ഉപയോഗിക്കുന്നത് വേറെ കമ്പനികളുടെ, മൾട്ടിനാഷണൽ കമ്പനികളുടെ ഹോർമോൺസ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. CVD ആണെങ്കിലും മറ്റുള്ളതൊക്കെ. ഇത് കുറച്ച് കോസ്റ്റ് കുറവുമാണ്, പക്ഷെ അത് കോസ്റ്റ് കൂടുതലാണ്. നമുക്കിത് കോസ്റ്റ് കുറവായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. റിസൾട്ട് കിട്ടുന്നുണ്ട്. റിസൾട്ട് മുന്നാണ് കിട്ടായില്ല, റിസൾട്ട് ഉണ്ട്. ഏറ്റവും കൂടുതൽ പാലക്കാട് 15 വർഷത്തോളമായിട്ട് നെൽകൃഷിക്ക് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതിപ്പോൾ ഏകദേശം വന്നിട്ട് നമുക്ക് എന്താണ് 25 ദിവസം പ്രായമായതാണ്. ഫസ്റ്റ് വളപ്രയോഗം കഴിഞ്ഞു, നട്ട് കഴിഞ്ഞുകൊണ്ട് വളപ്രയോഗം തന്നെ 25 ദിവസം കഴിഞ്ഞിട്ടുള്ള വളർച്ചയാണ്. വളരെ മറ്റേ ബംഗാളികൾ നട്ടതാണ്. അപ്പോൾ അതിനുള്ള ഇതാണ്, അതിൻ്റെ ഡെവലപ്മെൻറ്റ്സാണ് കാണുന്നത്. നെല്ലിന് എങ്ങനെ കൊടുക്കുന്നത്? ഇത് നെല്ലിന് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഏക്കറിക്ക് 5 കിലോ സസ്യാമൃത ജെല്ല് നമ്മൾ മറ്റേ താഴെ ബേസിൽ ആപ്ലിക്കേഷനായിട്ട് കൊടുക്കും. 25-30 ദിവസം കഴിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 ലിറ്റർ 100 ലിറ്റർ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്തിട്ട് 1 ഏക്കറിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കും. അങ്ങനെ 3 തവണ അത് മതിയാവും. ബാക്കി പിന്നെ മറ്റ് വളങ്ങളും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നെല്ലിന് നല്ല വെയിറ്റും മറ്റേ നല്ല ടേസ്റ്റും ഉണ്ടാവും. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള സസ്യാമൃതം ഉപയോഗിച്ചിട്ടുള്ള എല്ലാ നെല്ലും പ്രത്യേക ടേസ്റ്റാണ്.
പാലക്കാടൻ മട്ട എന്നുണ്ട്, പാലക്കാട് ഞാറ്റുവേല മട്ട റൈസ് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി എന്നുണ്ട്. ഞാൻ അതിൽ അഡ്വൈസറി ബോർഡിലുണ്ട്. അതിൽ അത്യാവശ്യം നല്ലൊരു കൃഷിക്കാർ അതാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. സോ പ്രീമിയം ക്വാളിറ്റി റൈസാണ് ഞങ്ങളത് ഇവിടെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ വില എങ്ങനെയാണ്? വലിയ വിലയാണ്? വലിയ വിലയൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ 1/2 ലിറ്ററാണ്. 1/2 ലിറ്റർ ലിക്വിഡിന് വന്നിട്ട് 330 വില വരുന്നത് MRP ജെല്ലിനോ എന്ന് പറഞ്ഞാൽ. അത് എന്ന് പറഞ്ഞാൽ ഈ 1/2 ലിറ്റർ ലിക്വിഡ് എന്ന് പറഞ്ഞാൽ 100 ലിറ്റർ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യാനുള്ളതാണ് ഇതിനകത്തുള്ളത്. 1 ഏക്കറൊക്കെ ചെയ്യുന്നവർക്ക് ഇത് മതി. 1 ഏക്കർക്ക് ഈ 1/2 ലിറ്റർ മതി ഒരു തവണ ചെയ്യാൻ, സ്പ്രേ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ. വീട്ടാവശ്യത്തിനാണെങ്കിലും ഒരുപാട് തവണ ഇത് ഉപയോഗിക്കാൻ പറ്റും. മറ്റേ ജെല്ല് വന്നിട്ട് 1 കിലോ ജെല്ല് വന്നിട്ട് 450 രൂപ വില വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നമ്മൾ അഗ്രി TV കാണുന്ന ഓർഡർ ചെയ്യുന്ന പ്രേക്ഷകർക്ക് ഇതിൽ 25% ഡിസ്കൗണ്ട് നമ്മൾ കൊടുക്കുന്നതാണ്. എല്ലാ പ്രോഡക്റ്റിനും 100 അടുത്ത് കുറവ് വരും. അതെ, കുറവ് വരും. അത് കുറവോടുകൂടി നമ്മൾ കൊടുക്കുന്നതാണ് അവർക്ക് അതിനുള്ള സൗകര്യം. അപ്പോൾ നമ്മൾ വലിയ ഇതെടുക്കുമ്പോൾ അതിന് വില കുറവ്. അതിനും അതുപോലെ തന്നെ 25% ഈ 400 എന്നുള്ള കുറയത്തില്ലേ വില? അതെ. ഇതിപ്പോൾ 5 കിലോയ്ക്ക് വന്നിട്ട് 1950 രൂപ വരുന്നുണ്ട്. 5 കിലോയ്ക്ക് അത്രേ വരുന്നുള്ളൂ. അതിൽ 25% ഡിസ്കൗണ്ട് വരും. 20 ആകുമ്പോൾ അതിനേക്കാളും കുറച്ചുകൂടെ വില കുറഞ്ഞു. ഇതിൽ പാക്കിങ്ങിൻ്റെ ഒരു വ്യത്യാസം തന്നെ, ഈ ഓരോ പാക്കിങ്ങിൻ്റെ ആ ഒരു ചെറിയ വ്യത്യാസങ്ങൾ വരും. അല്ല, അപ്പോൾ ഇത് നമ്മൾ വേറെ ഡെലിവറി ചാർജ് വരുമോ? കൊറിയർ ചാർജ് പിന്നെ എന്തായാലും അത് കൊടുക്കണമല്ലോ. കൊറിയർ ചാർജ് കൂടെ വരുമ്പോൾ വലിയ ബൾക്കൊക്കെ ആവുന്ന സമയത്ത് 10 കിലോയിൽ കൂടുതലൊക്കെ ആകുമ്പോൾ പാർസൽ അയക്കുമ്പോൾ വെറും ആകെ 150 രൂപയുടെ ചിലവേ വരുള്ളൂ. അതേ സമയത്ത് കൊറിയർ ആകുമ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു ചാർജ് വരും. അത് ആ സമയത്ത് എത്ര കൊറിയർ ചാർജ് എന്നുള്ളത് നമ്മൾ പറയുന്നതായിരിക്കും. എവിടെ വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും. എവിടെ വേണമെങ്കിലും അയച്ചു കൊടുക്കാം. നിലവിൽ എല്ലായിടത്തും കൊടുക്കുന്നുണ്ടോ? എല്ലായിടത്തും ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് നമ്മുടെ പല റിപ്പോർട്ടും മറ്റ് ചാനലുകളിൽ വേറെ വന്നിട്ടുള്ള റിപ്പോർട്ടും അതൊക്കെ കണ്ടിട്ട് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ കൊറിയർ വഴിയും പാർസൽ വഴി അയച്ചു കൊടുക്കാറുണ്ട്. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിൽ നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. അതിനുള്ള സൗകര്യമുണ്ട്.